ഇക്കഴിഞ്ഞ 6-ാം തീയതി രാത്രി കോഴിക്കോട്ടെ ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് തീ പിടിച്ച വാർത്ത നിങ്ങൾ ഓർക്കുന്നില്ലേ? കോഴിക്കോട് പുഷ്പ ജംഗ്ഷനിലുള്ള സെന്റ് പാട്രിക്സ് റോമൻ കാത്തലിക് പള്ളിക്കാണ് തീപിടുത്തമുണ്ടായത്. പള്ളിയിൽ തീ ആളിപ്പടരുന്ന സമയത്ത് മുകളിൽ നിന്നും ഒരാൾ ഓടി രക്ഷപ്പെടുന്നത് CCTVയിൽ വ്യക്തമായിരുന്നു. ഏതായാലും കേസെടുത്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി പിടിയിലായിട്ടുണ്ട്. ആക്രമണം നടന്നത് ക്രൈസ്തവ ദേവാലയത്തിന് നേരെ ആയതുകൊണ്ടും പിടിക്കപ്പെട്ട പ്രതി ഹിന്ദു നാമധാരി ആയതുകൊണ്ടും സർവ്വസാധാരണയായി സംഭവിക്കുന്ന കാര്യം തന്നെയാണ് ഈ കേസിലും സംഭവിച്ചിരിക്കുന്നത്. പ്രതി മദ്യലഹരിയിലായിരുന്നു അത്രേ. അതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. പ്രതിയുടെ പേര് അബ്ദുറഹ്മാൻ എന്നോ അനസെന്നോ ഷുക്കൂർ എന്നൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ പേര് ജയന്ത് നായിക്ക് എന്നായിപ്പോയില്ലേ? അതുകൊണ്ട് കൂടുതലായൊന്നും ചെയ്യാനില്ല. എല്ലാവരും പിരിഞ്ഞു പോവുക. ഇതിപ്പോൾ പ്രതി പിടിക്കപ്പെട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കാര്യമായ പ്രതികരണങ്ങൾ എവിടെ നിന്നും വന്നതായി കാണുന്നില്ല. കുറച്ചു നാളുകൾക്ക് മുമ്പ് വന്ദേ ഭാരതിന് കല്ലെറിഞ്ഞ കേസിൽ പിടിയിലായ പ്രതിയുടെ പേര് അസറുദ്ദീൻ എന്നായപ്പോൾ നമ്മുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: അസറുദ്ദീൻ്റെ ഉള്ളിലേക്ക് ആരാണ് തീവ്രവാദം കുത്തി നിറച്ചത്? ഇതുപോലെ കോഴിക്കോട്ടെ ക്രൈസ്തവ ദേവാലയത്തിന് തീയിട്ട കേസിൽ പ്രതി പിടിക്കപ്പെട്ട് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ആരാണ് ജയന്ത് നായിക്കിൻ്റെ ഉള്ളിലേക്ക് മതതീവ്രവാദം കുത്തിത്തിരികിയത് അല്ലെങ്കിൽ അപരമത വിദ്വേഷം കുത്തി നിറച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ രാജീവ് ചന്ദ്രശേഖരൻ ഇനിയും വന്നിട്ടില്ല. കളമശ്ശേരിയിൽ ക്രിസ്ത്യൻ ദേവാലയത്തിൽ സ്ഫോടനമുണ്ടായ സമയത്ത് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിൽ ആദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും പിന്നീട് പ്രതി മാർട്ടിനാണെന്ന് തെളിഞ്ഞപ്പോൾ പോസ്റ്റ് മുക്കുകയും ചെയ്ത ചരിത്രം നമുക്കറിയാവുന്നതാണ്. ഏതായാലും കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെടുന്നവരുടെ പേരുകൾ നോക്കി മാത്രം പ്രതികരിച്ച് പരിചയമുള്ള നേതാവ് ഈ വിഷയത്തിൽ കോഴിക്കോട് ക്രൈസ്തവ ദേവാലയത്തിന് തീയിട്ട കേസിൽ പിടിക്കപ്പെട്ട പ്രതിയുടെ പേര് ജയന്ത് നായിക്ക് എന്നായതുകൊണ്ട് തീർച്ചയായും ഈ വിഷയത്തിൽ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാനുള്ള സാധ്യത ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി മറ്റൊരാളുണ്ട്, കത്തനാർ ഫാദർ ജോസഫ് കിഴക്കേക്കര, കറകളഞ്ഞ വർഗീയവാദി ക്രിസംഗി. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കാപട്യത്തെ തുറന്നു കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് നേരെ, പള്ളികൾക്ക് നേരെ, സ്കൂളുകൾക്ക് നേരെ, സംഘടനകൾക്ക് നേരെ സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന അക്രമങ്ങളെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് അതിൽ താങ്കൾക്ക് മനസ്താപമില്ലേ, സങ്കടമില്ലേ, വേദനയില്ലേ, വിഷമമില്ലേ, താങ്കളുടെ ഈ കാപട്യം എന്തിനാണ് എന്ന് തുറന്നു ചോദിച്ചുകൊണ്ട് ഞാൻ ആ വീഡിയോയിൽ സംസാരിച്ചു. അന്ന് എനിക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞത്, കേരളത്തിൽ സമാധാന മതക്കാരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അക്രമങ്ങൾ, തീവ്രവാദ പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, ഫലമില്ല എന്നായിരുന്നു. എന്നിട്ട് മറ്റൊരു വീഡിയോയിലൂടെ ഉജ്ജ്വലമായൊരു പ്രസംഗവും അദ്ദേഹം നടത്തി. അത് നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കേണ്ടതാണ്. ഒരിക്കലും ഒരു മതത്തിനോ സമുദായത്തിനോ എതിരല്ല. പക്ഷേ ചില അതിക്രമങ്ങൾ സംഭവിക്കുമ്പോൾ അതിലേർപ്പെട്ടവരെ തള്ളിപ്പറയാനോ തിരുത്താനോ ശ്രമിക്കാത്ത അവസ്ഥയെ ഇനിയും ചോദ്യം ചെയ്യും. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും മതസൗഹാർദ്ദം തകർക്കാനായിട്ട് അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നവരെ തിരിച്ചറിയണം. സ്വന്തം കാൽച്ചുവട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മറ്റു സ്ഥലങ്ങളിലെ പ്രശ്നങ്ങളെ നോക്കി വിമർശിക്കാൻ ശ്രമിക്കുമ്പോഴും സ്വന്തം പ്രശ്നങ്ങളെ വെളുപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അവയെ വിമർശിക്കുക തന്നെ ചെയ്യും. നമ്മുടെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ്. അതിനെ തകർക്കാനായിട്ട് പരിശ്രമിക്കുന്നവരെ തിരിച്ചറിയണം, അവരെ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യണം. ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ സംഘപരിവാർ നടത്തുന്ന അക്രമങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, അതിനെ വിമർശിക്കുമ്പോൾ സ്വന്തം കാൽച്ചുവട്ടിലെ പ്രശ്നങ്ങളാണ് ആദ്യം പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത് എന്നാണല്ലോ ഫാദർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് നിങ്ങളുടെ ഒരു ക്രൈസ്തവ ദേവാലയത്തിന് നേരെ നടന്ന അക്രമത്തെക്കുറിച്ച് എന്താണച്ചോ താങ്കളൊന്നും മിണ്ടാത്തത്? പുഷ്പനഗറിൽ തീ വെച്ച് നശിപ്പിക്കപ്പെട്ട ക്രിസ്ത്യൻ പള്ളി UPയിലോ ഉത്തരാഖണ്ഡിലോ ഛത്തീസ്ഗഡിലോ ബോംബെയിലോ അല്ല പിതാവേ, നമ്മുടെ കേരളത്തിലാണ്. താങ്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കാൽച്ചുവട്ടിലാണ്. ഏതെങ്കിലും ഒരു മതത്തിനോ സമുദായത്തിനോ എതിരല്ലെന്നും, പക്ഷേ നമ്മുടെ നാട്ടിൽ അക്രമങ്ങൾ ഉണ്ടാക്കുകയും മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ ഏത് മതക്കാരാണെങ്കിലും ഏത് വിഭാഗക്കാരാണെങ്കിലും അവർക്കെതിരെ ശക്തമായി പ്രതികരിക്കും, വിമർശിക്കുമെന്ന് പറയുന്ന താങ്കൾ എന്തുകൊണ്ടാണ് ആ തിരുവായ ഈ ഒരു വിഷയത്തിൽ മാത്രം ഇതുവരെയും തുറക്കാത്തത്? നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർത്ത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇടയിൽ ഒരു വിഭാഗ്യത ഉണ്ടാക്കുക, കലുഷിതമായ അന്തരീക്ഷം രൂപപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ജയന്ത് നായിക്ക് എന്ന സംഘി ഈ രീതിയിൽ ക്രിസ്ത്യൻ പള്ളിക്ക് തീയിട്ടതിൽ നിന്നും വ്യക്തമാകുന്നത്. പക്ഷേ അയാളുടെ പേര് മുസ്ലിം പേരല്ലാത്തത് കൊണ്ടും താങ്കൾ ഈ കാലം വരെ എടുത്ത പണി സംഘപരിവാറിനെ വയറ്റുവാശി ചെയ്യലായതുകൊണ്ടും ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ള ത്രാണിയും തൻ്റെ ഇടവും താങ്കൾക്കില്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് കൂടുതൽ വെല്ലുവിളികൾ നടത്തി താങ്കളുടെ ദൗർബല്യത്തെ, ധൈര്യക്കുറവിനെ പരിഹസിക്കാനോ ആക്ഷേപിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പൊതുസമൂഹം ചിലതൊക്കെ മനസ്സിലാക്കി ജാഗരൂകരായിരിക്കണം. കുറച്ച് നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഗുരുദേവന്റെ പ്രതിമ തകർത്ത കേസിൽ പിടിക്കപ്പെട്ട ആളെക്കുറിച്ചും പോലീസ് പറഞ്ഞത് അയാൾ മദ്യലഹരിയിൽ ചെയ്തു പോയി എന്നായിരുന്നു. എന്നാൽ അയാളെ കൈയോടെ പിടികൂടി പോലീസിലേൽപ്പിച്ച നാട്ടുകാർ അത് പാടെ നിഷേധിക്കുകയാണ് ചെയ്തത്. കാരണം അത് ചെയ്തത് മുസ്ലിങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ, മുസ്ലിങ്ങളെ ആ രീതിയിൽ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ പാകത്തിൽ മുസ്ലിങ്ങളുടെ ചില മതചിഹ്നങ്ങൾ അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്ന് നാട്ടുകാർ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിങ്ങൾക്കെതിരെ വ്യാപകമായി വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട അതേ സമയത്ത് തന്നെയാണ് ആ രീതിയിൽ ഗുരുദേവന്റെ പ്രതിമ തകർക്കപ്പെട്ടത് എന്നുകൂടി നമ്മൾ ആലോചിക്കണം.
ആ കേസിൽ പിടിക്കപ്പെട്ടതും ഒരു ഹൈന്ദവ നാമധാരിയായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ, ക്രൈസ്തവ ദേവാലയങ്ങൾ, ഗുരുദേവന്റെ പ്രതിമകളൊക്കെ തകർക്കപ്പെടുന്ന കേസിൽ പിടിക്കപ്പെടുന്ന പ്രതികളൊക്കെയും ഹിന്ദു നാമധാരികളാണെങ്കിൽ, സംഘികളാണെങ്കിൽ, ക്രിസംഘികളാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് അവരൊക്കെ മാനസിക രോഗികളോ മദ്യലഹരിയിൽ ചെയ്തു പോയ കുറ്റകൃത്യങ്ങളോ ആയി മാറുന്നത് എന്തുകൊണ്ടാണ്? അത് ആരുടെ താല്പര്യങ്ങളാണ്? ആരുടെ അജണ്ട നടപ്പിലാക്കാനാണ്? ഈ വിഷയത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് കൃത്യമായ ജാഗ്രത ഉണ്ടാവണം.